ഗുഡ് മോർണിംഗ്. ഇതില് താഹിറ കയറിയാ? കേറിണ്ട്. Good afternoon. ഗുഡ് ആഫ്റ്റർനൂൺ. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. മാം ടൈം ടേബിൾ മാറിയോ? എനിക്കൊന്നും അറിയില്ല. ഇപ്പൊ അശ്വതി മിസ്സിന്റെ ക്ലാസ് ഞാൻ എടുത്താണ് കേട്ടോ. ഓക്കെ മാം. ഇംഗ്ലീഷാന്ന് പറഞ്ഞ് ഇംഗ്ലീഷിന്റെ ബുക്കൊക്കെ എടുത്ത് വെച്ചോണ്ടിരിക്കും, അതുകൊണ്ട് ചോദിച്ചതാ. എന്താണ്? ഇംഗ്ലീഷ് ക്ലാസ് ആയിരുന്നല്ലോ ഇന്ന്. Prayer. Okay. നിങ്ങൾക്ക് ഏതെങ്കിലും മലയാളം പ്രയർ അറിയാമോ? മലയാളം പ്രയർ നോക്കിയില്ല, ഇംഗ്ലീഷ് പ്രയർ അല്ലേ ചൊല്ലല്, അപ്പൊ അതുകൊണ്ട് മലയാളം പ്രയർ നോക്കിയിട്ടില്ല. നിങ്ങൾ പഠിച്ചതൊന്നും ഓർമ്മയില്ലേ? പണ്ട് അറിയാവുന്നത് പഠിക്കണം. There shall be showers of blessing. This is the promise of love. There shall be seasons refreshing, sent from the Savior above. Showers of blessing, showers of blessing we need. Mercy drops round us are falling, but for the showers we plead. Mercy drops round us are falling, but for the showers we plead. Thank you. തൊട്ട് പറയുന്നുണ്ടോ? Never stop learning because life never stop teaching. Signing Tina Teddy. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖാണോ? സുഖാണ് മിസ്സേ. മിസ്സിന് സുഖല്ലേ?
ഇന്ന് മിസ്സിന്റെ മുഖം ഭയങ്കര ഡള്ളായിട്ടിരിക്കും. എന്ത് പറ്റി മിസ്സേ? ഏയ് കുഴപ്പമൊന്നുമില്ല, ചെറിയ ചെറിയ പ്രശ്നം. അത് കണ്ടപ്പോഴേ തോന്നി. ഈ യൂണിറ്റ് 4 ഞാൻ എടുത്താണോ നിങ്ങൾക്ക്? എടുത്തിട്ടില്ല, സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. വേറെ വോയിസ് എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? നോയിസ് എന്തെങ്കിലും ഉണ്ടോ? ക്ലിയർ ആണോ കേൾക്കുന്നത്? ക്ലിയർ ആണ് മാം. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്താണ്? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് വൈജ്ഞാനിക വികാസം അല്ലെ, വൈജ്ഞാനിക വികസനം. ഓക്കെ, പാരഗ്രാഫ് ആരെങ്കിലും വായിക്കാമോ? ഫസ്റ്റ് പാരഗ്രാഫ് വായിക്കാം മാം. Cognitive development. The capacity of the child to integrate her reflex action according to the stimulus is the beginning of cognitive development. It represents the process of learning and adjusting to the environment. Around 6 months of age, children achieve the capacity to focus their eyes on interesting objects in their environment. The event follows. Okay, മതി. എന്താണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നമുക്ക് നോക്കാം. The capacity of the child to integrate her reflex actions according to the stimulus is the beginning of cognitive development. എന്താണ് റിഫ്ലെക്സ് ആക്ഷനും സ്റ്റിമുലസ് എന്ന് പറഞ്ഞാല്? ഒരു കുട്ടിയുടെ കപ്പാസിറ്റി അല്ലെ, ഒരു കുട്ടി ആദ്യം ഒരു സ്റ്റിമുലസ് കണ്ടെത്തുന്നത്, റിഫ്ലെക്സ് പ്രവർത്തനങ്ങൾ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? എന്താണ് റിഫ്ലെക്സ്, എന്താണ് സ്റ്റിമുലസ് എന്ന് നമുക്ക് അറിയണം അല്ലെ. ഒരു എക്സാമ്പിൾ പറയാം. ഒരു കുട്ടി ഒരു മെഴുകുതിരി കത്തിച്ചൊരിക്കുന്നത് കാണുന്നു അല്ലെ, തീ കാണുന്ന കുട്ടി എന്താണ്, കൈ കൊണ്ട് അതൊന്ന് തൊട്ട് നോക്കുന്നു അല്ലെ. കൈ കൊണ്ട് തൊട്ട് നോക്കുന്നതാണ് എന്ത്. അപ്പൊ തൊടുമ്പോ എന്താ സംഭവിക്കുന്നത്? കൈ കൊണ്ട് തൊടുമ്പോള് പിന്നെ കൈ പൊള്ളുന്നു അല്ലെ, കൈ പൊള്ളുന്നു. ദെൻ അതാണ് സ്റ്റിമുലസ് എന്ന് പറയുന്നത്, അത് ആക്ഷൻ. ദെൻ ആ കുഞ്ഞ് കൈ പൊള്ളിയ ശേഷം എന്താണ്, കൈ പിൻവലിക്കുന്നു. വേദനിച്ചപ്പോ കുഞ്ഞിന് പൊള്ളിയപ്പോ എന്താണ്, കുഞ്ഞ് കൈ പിൻവലിക്കുന്നു. അതാണ് സ്റ്റിമുലസും റിഫ്ലക്ഷനും ആക്ഷൻ എന്ന് പറയുന്നത്. അതൊരു ഉത്തേജനം ഉണ്ടാവാണ്. അത് തൊടാനൊരു ഉത്തേജനം, കുഞ്ഞിന് തോന്നുവാണ് അത് തൊടണം, അതിനറിയില്ല അതെന്താണെന്ന്. അത് തൊട്ടാലും മുറിവേൽക്കോ അല്ലെങ്കിൽ പൊള്ളോ ഒന്നും കുഞ്ഞിന് അറിയില്ല അല്ലെ. കുഞ്ഞത് തൊട്ട് നോക്കിയപ്പോഴാണ് കുഞ്ഞിന് മനസ്സിലായി കൈ പൊള്ളിയപ്പോ കുഞ്ഞ് എന്ത് ചെയ്തു, കൈ പിൻവലിച്ചു. അപ്പോ രണ്ട് കാര്യങ്ങൾ നടന്നു അവിടെ അല്ലെ. കുഞ്ഞിന് അത് തൊടാനുള്ള ഒരു വ്യഗ്രത ഉണ്ടായി. ദെൻ അതിൽ നിന്ന് കൈ പിൻവലിക്കാനുള്ള ഒരു ആക്ഷൻസ് ആ കുഞ്ഞ് വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കുന്നുണ്ടോ? ഇല്ല. അവിടെ മഴയാണ് മിസ്. ഇവിടെ മഴയല്ല, ഇവിടെ
അവിടെ നമ്മുടെ ഓഫീസിന്റെ പുറകിലൊരു വേറൊരു ഓഫീസ് അവിടെ ടാങ്ക് നിറഞ്ഞു പോകണമെന്ന് ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല. വെള്ളം വീണോണ്ടിരിക്കുക. നമ്മുടെ ക്ലാസ്സിൽ പുറകില വീഴണേ. സൗണ്ട് ഒന്നും ഇല്ല മാം. സൗണ്ടില്ല. ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ എനിക്ക് സൗണ്ട് വരുന്നുണ്ടെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞ കുട്ടിയിലെ ആ ബിഹേവിയറിൽ ഉണ്ടാവുന്ന ചേഞ്ച് ആണ് സ്റ്റിമുലസ് എന്ന് പറയുന്നത്. കുട്ടി ഒരു ആക്ഷൻ ചെയ്യുമ്പോൾ കുഞ്ഞിന് കൈ പൊള്ളിയപ്പോ കുഞ്ഞ് എന്താ ചെയ്തത്? കൈ പിൻവലിച്ചു അല്ലെ? അപ്പൊ കുഞ്ഞിൽ അവിടെ എന്ത് നടക്കുന്നുണ്ട്? ഒരു സ്റ്റിമുലസ് റിഫ്ലക്ഷൻ പ്രവർത്തനങ്ങൾ നടക്കുന്നു. കുഞ്ഞിലെ ഉത്തേജനം അത് തൊടാനൊരു വ്യഗ്രത ഉണ്ടായി. കുഞ്ഞ് എന്താണ് അത് തൊട്ടു, കൈ പൊള്ളി, കുഞ്ഞ് കൈ പിൻവലിച്ചു. അപ്പൊ കുഞ്ഞിന്റെ ബോഡി ലാംഗ്വേജിലാണ് എന്തുണ്ടായത്? ചേഞ്ചസ് ഉണ്ടാകും. ബിഹേവിയറിൽ ഉണ്ടാകുന്ന ഒരു ചേഞ്ചസ് ആണ് എന്താ സ്റ്റിമുലസ് എന്ന് പറയുന്നത്. ഒരു ഉത്തേജനം നൽകുക, ഒരു പ്രചോദനം നൽകുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കുഞ്ഞ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ്. കൊള്ളൂന്ന് കുഞ്ഞിന് അറിയില്ല അല്ലെ? അപ്പൊ പിന്നീട് തൊട്ട് നോക്കിയിട്ടാണ് പിന്നീട് അത് മനസ്സിലാവും. പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ എന്താണ് കുഞ്ഞിന് മനസ്സിലാവും അത് തൊട്ടാല് കൊള്ളുന്ന ഒരു വസ്തുവാണെന്ന് കുഞ്ഞിന് പിന്നീട് അങ്ങോട്ട് മനസ്സിലാകാൻ പറ്റും. അപ്പൊ അത് നമ്മളുടെ ഭൗതിക വികാസം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയമാണ്. തിരിച്ചറിയുന്ന ഒരു സമയം, നമ്മുടെ ബിഹേവിയറിലൂടെ നമ്മളത് തിരിച്ചറിയുന്ന ഒരു സമയമാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നടക്കുന്നത്. ഇൻ പ്രസന്റ് the process learning and adjusting to the environment അല്ലെ? നമ്മള് ഓരോ പരിസ്ഥിതിയിലും ഇണങ്ങി ചേരുന്നു അല്ലെ? നമ്മള് അങ്ങനെയാണ് അല്ലെ? നമ്മള് എന്താണ് ഏത് പരിസ്ഥിതിയിൽ എങ്ങനെ പ്രതികരിക്കണം, എങ്ങനെ പെരുമാറുന്നു, നമ്മള് അഡ്ജസ്റ്റബിൾ ആണ്. എല്ലാ ഹ്യൂമൻ ബീങ്സും അഡ്ജസ്റ്റബിൾ ആണ് അല്ലെ? അപ്പോ ചെറുതായി കുഞ്ഞിലെ വളർന്നു വരുന്ന ഒരു കുഞ്ഞ് ആദ്യം ഒരു എന്താണ് പൂവിനെ കാണുന്നു, പൂവിനെ കണ്ട് മനസ്സിലാക്കുന്നു, അതിന്റെ ഇമാജസ് കുഞ്ഞിന്റെ മനസ്സിൽ പതിയുന്നു. അതൊക്കെ എന്താണ്? അവൻ അവന്റെ ചുറ്റുപാടിൽ നിന്നുമാണ് അവൻ ഏൺ ചെയ്യുന്നത് അല്ലെ? ചുറ്റുപാടിൽ നിന്നാണ് അവൻ ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്. അറൌണ്ട് 6 months of age, ഏകദേശം 6 മാസം പ്രായമാവുന്ന കുട്ടിയില് children achieve the capacity of their eyes on interesting objects in their environment. 6 മാസമായുള്ള കുഞ്ഞ്, 6 മാസം പ്രായമുള്ള കുഞ്ഞ് എന്താണ് എങ്ങനെയാണ് ഒബ്ജക്ട്സുകൾ തിരിച്ചറിയുന്നത്? അവൻ കണ്ണുകൊണ്ടാണ് ഫോക്കസ് ചെയ്യുന്നത് അല്ലെ? അവന്റെ കണ്ണുകൊണ്ടാണ് അവൻ ഫോക്കസ് ചെയ്യുന്നത്. അവന്റെ എൻവയോൺമെന്റിനെ, ചുറ്റുപാടിനെ നിരീക്ഷിക്കുന്നത്, ഒബ്സർവ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് കുട്ടികളെ? ആദ്യം കുഞ്ഞ് കാണുന്നു അല്ലെ? എല്ലാം നോക്കി കാണുന്നു, കണ്ണുകൊണ്ട് വാച്ച് ചെയ്യുന്നു അല്ലെ? നമ്മുടെ കുട്ടികൾ അങ്ങനെയല്ലേ? നമ്മൾ പുറത്ത് കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ ഒരു റൂമിൽ കിടക്കുന്ന കുഞ്ഞിങ്ങനെ മുകളിലോട്ട് താഴെ എല്ലാവർക്കും ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ്? അവരുടെ ആ സമയത്ത് സെൻസ് ഓർഗൻ എന്ന് പറയുന്നത് കണ്ണാണ് അല്ലെ? കണ്ണുകൊണ്ടാണ് കുഞ്ഞ് ഒബ്സർവ് ചെയ്യുന്നത്. ഇതൊക്കെ എന്താണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയമാണ്. തിരിച്ചറിയാൻ തുടങ്ങുന്ന ഒരു സമയമാണ് കണ്ണുകൊണ്ട് ഒബ്സർവ് ചെയ്യുന്നത്. തന്റെ ചുറ്റുപാട് കുഞ്ഞ് കണ്ണുകൊണ്ട് ഒബ്സർവ് ചെയ്തു വരുന്നത്. ഓരോ ഒബ്ജക്ട്സുകളും അവൻ നോട്ട് ചെയ്യുന്നു, ഓരോ ഒബ്ജക്ട്സുകളും അവന് പരസ്പരം കണ്ണുകൊണ്ട് വീക്ഷിക്കുന്നു. ഇവൻ ഫോളോ ദ മൂവ്മെന്റ് ഓഫ് ഒബ്ജക്ട് വിത്ത് ദെയർ ഐസ്. എല്ലാ മൂവ്മെന്റ്സും ആണ് അവന്റെ കണ്ണുകൊണ്ടാണ് നിരീക്ഷിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കുട്ടികൾക്ക് നമ്മളൊരു എലിഫന്റിന്റെ പടം പിക്ചർ കൊടുത്തു എന്ന് വിചാരിക്കാം. When children hear word elephant, ഒരു എലിഫന്റിന്റെ വേർഡ് പറഞ്ഞു, ആന എന്ന് പറയുമ്പോൾ കുഞ്ഞിന്റെ മനസ്സിൽ എന്തായിരിക്കും? കുഞ്ഞിന്റെ മനസ്സിലൊരു മെന്റൽ പിക്ചർ രൂപപ്പെടും അല്ലെ? മെന്റൽ പിക്ചർ. കുഞ്ഞ് ആദ്യം ആനയെ കണ്ടിട്ടുണ്ടാകാം അല്ലെ? ആനയെ കണ്ടിട്ടുണ്ടാവും, നമ്മൾ അതിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. പിന്നീട് ഒരു ദിവസം ആ വാക്ക് പറയുന്ന സമയത്ത് കുഞ്ഞിന് എന്തായിരിക്കും ഓർമ്മ വരുന്നത്? ആന എന്ന് പറയുമ്പോൾ കുഞ്ഞിന് എന്തൊക്കെ തോന്നും? നീളമുള്ള തുമ്പിക്കൈ, നീളമുള്ള തുമ്പിക്കൈ, ചെവി എന്നുള്ള രീതിയിൽ ഒരു ഭീമാകാരമായ ഒരു മൃഗമാണെന്ന് കുഞ്ഞിന് മനസ്സിലാവും അല്ലെ? ആനയെ കണ്ടിട്ടുണ്ട് നേരത്തെ, പക്ഷെ അവന് മെന്റലി ആ പിക്ചറും ഉള്ളിൽ വരികയാണ് അല്ലെ? അപ്പൊ തുമ്പിക്കയ്യ്, വാല്, 4 കാലുള്ള ആന, കറുത്ത നിറം, ഇതൊക്കെ കുഞ്ഞിന് മനസ്സിൽ വരുന്നു അല്ലെ? വലിയ ചെവികള്. ഓക്കെ, എന്താണ് കുഞ്ഞ് അത് ആദ്യം ഒബ്സർവ് ചെയ്തിട്ടുണ്ട് അല്ലെ? ആദ്യം കുഞ്ഞ് കണ്ടുകൊണ്ട് അത് വീക്ഷിച്ചിട്ടുണ്ട്, പിന്നീട് നമ്മൾ അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഒരു ദിവസം ആ ഒരു വാക്ക് പറയുന്ന സമയത്ത് കുഞ്ഞിന്റെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അവിടെ നടക്കുകയാണ്. കുഞ്ഞില് എന്താണ് ഭൗതിക വികാസം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുകയാണ്. അപ്പൊ കുഞ്ഞിന് തിരിച്ചറിയാനുള്ള കഴിവ് വരുന്നു അല്ലെ? ഒരു വാക്ക് കേൾക്കുമ്പോൾ പൂച്ചയെന്ന് കേൾക്കുമ്പോൾ അത് പൂച്ചയാണ്, അല്ലെങ്കിൽ പൂച്ചയെ ഇമാജിൻ ചെയ്യാനായിട്ട് കുഞ്ഞിന് സാധിക്കുന്നത് എപ്പോഴാണ്? ഈ വൈജ്ഞാനിക വികാസം കുട്ടിയില് ഉണ്ടാകുന്ന സമയത്താണ്.
learn about all things they see around them. കുട്ടികളെ ചുറ്റുപാടിൽ നിന്നുമാണ് എല്ലാം പഠിക്കുന്നത് അല്ലെ? കുഞ്ഞുങ്ങള് ചുറ്റുപാടിൽ നിന്നുമാണ് എല്ലാം പഠിക്കുന്നത്. Continuously manipulate, experiment, try out, explore, discover and learn about objects and people surrounding them. Okay, കുട്ടികൾ എന്താണ്? കുട്ടികൾ ഇങ്ങനെ നിരന്തരമായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നു, നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെ? അവരെപ്പോഴും ഒരു ക്യൂരിയോസിറ്റിയുടെ ലോകത്താണ് നമ്മുടെ കുട്ടികൾ അല്ലെ? വളർന്നു വരുന്ന കുഞ്ഞുങ്ങള്, കുട്ടികൾ അല്ലെ? അവർക്ക് എന്താണ്, പുതിയതായിട്ട് കാര്യങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ വളരെയധികം എന്താണ്, ഭയങ്കര എന്താ, അതിനെ ഭയങ്കരമായിട്ട് കണ്ടെത്താനും അത് എന്താണെന്ന് അറിയാനുള്ള ഒരു വ്യക്തിയുടെ കുഞ്ഞിന് ഉണ്ടായിരിക്കും. ആ ഒരു ഒബ്ജക്ട്സ് എന്താണ്, അത് എന്തിനാണ്, അത് തൊട്ടു നോക്കാനും അത് എടുക്കാനും പിടിക്കാനൊക്കെ എന്താണ് കുഞ്ഞിന് തോന്നലുണ്ടാകും അല്ലെ? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് കുഞ്ഞിൽ എന്തുണ്ടാവുന്നത്, ഇത്തരത്തിലുള്ള ബിഹേവിയറൽ ആയിട്ടുള്ള മാറ്റങ്ങള് കുഞ്ഞിനുണ്ടാവുന്നത്. അവരുടെ സറൗണ്ടിങ്സ് തന്നെ, അവരുടെ ചുറ്റുപാടിൽ നിന്നുമാണ് അവൻ എല്ലാ കാര്യങ്ങളും. ഭൗതിക വികാസം സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ആ ചുറ്റുപാടിൽ നിന്നാണ്, എൻവയോൺമെന്റ്, നമ്മുടെ സറൗണ്ടിങ്സിൽ നിന്നാണ് കുട്ടിയിൽ എന്തുണ്ടാവുന്നത്, വൈജ്ഞാനിക വികാസം ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോ വൈജ്ഞാനിക വികാസത്തിന് ഒരുപാട് സൈക്കോളജിസ്റ്റുകൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ജെറോമസ് ബ്രൂണറിന്റെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറിയാണ്. ഓക്കെ, ആ ഒരു തിയറി, ആ ഒരു ഡെഫിനിഷൻ ആണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ, ഇത് പറഞ്ഞു തരാം. എങ്ങനെയാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് മനസ്സിലായില്ലേ? പിന്നെ ആദ്യം എന്താണ്, ഒബ്സർവ് ചെയ്യുന്നു, കണ്ണുകൊണ്ടവൻ വീക്ഷിക്കുന്നു. ദെൻ അതിന്റെ വേർഡ് പറയുന്ന സമയത്ത് പിന്നെ എന്താണ്, അതിന്റെ മെന്റൽ പിക്ചർ മനസ്സിൽ കാണാനായിട്ട് ശ്രമിക്കുന്നു. പിന്നെന്താണ്, അവൻ ചുറ്റുപാടിൽ നിന്നുമാണ് അവന് എന്തുണ്ടാവുന്നത്, വൈജ്ഞാനിക വികാസം ഉണ്ടാകുന്നത്. എല്ലാ ഒബ്ജക്ട്സിനെയും ചുറ്റുപാട് മറ്റ് സാഹചര്യങ്ങളേക്ക് എന്താണ് അവൻ കണ്ട് മനസ്സിലാക്കിയാണ് അവന്റെ വൈജ്ഞാനിക വികാസം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് പാരഗ്രാഫ് മനസ്സിലായോ? മാം, ഞാൻ ലേറ്റ് ആയിട്ടാ ജോയിൻ ചെയ്തത്, ഇപ്പം ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ. ഒന്നും കൂടി പറയാമോ? ദീപിക, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളില് എന്താണ്, കുട്ടികൾ ആദ്യമായിട്ട് അവർ ക്യൂരിയോസിറ്റി, ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും. അവർക്ക് അറിയില്ല അല്ലെ, ഒരു മുറിവുള്ള കൈ മുറിയുന്ന സ്ഥലത്ത് വെച്ചാല് കൈ മുറിയുമെന്ന് കുഞ്ഞിന് അറിയില്ല, പൊള്ളുന്ന സ്ഥലത്ത് തൊട്ടാല് പൊള്ളുമെന്ന് കുഞ്ഞിന് അറിയില്ല, തീ കണ്ടാല് പൊള്ളുമെന്ന് കുഞ്ഞിന് അറിയില്ല. തൊട്ട് കഴിയുമ്പോഴാണ് കുഞ്ഞ് എന്ത് ചെയ്യുന്നത്, അതിൽ നിന്ന് കൈ പിൻവലിക്കുന്നത്. അപ്പൊ അവിടെ എന്താ നടക്കുന്നത്, റിഫ്ലക്സ് പ്രവർത്തനം അവിടെ നടക്കുന്നത്. സ്റ്റിമുലസ്, കുഞ്ഞിനൊരു ഉത്തേജനം ഉണ്ടായി, അത് തൊട്ട് നോക്കാൻ തോന്നി കുഞ്ഞിന്, തൊട്ട് നോക്കി. പക്ഷെ എന്താണ്, അത് തൊടാൻ പാടില്ല എന്നുള്ളത് കുഞ്ഞിന് അപ്പോഴാണ് മനസ്സിലായത്. പൊള്ളുമെന്ന് കുഞ്ഞിനപ്പോ മനസ്സിലായി. അതെന്താണ്, ആ ഒരു സമയം എന്ന് പറയുന്നത് കുട്ടിയിലെ വൈജ്ഞാനിക വികാസം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയമാണ്. അങ്ങനെയാണ് ഓരോ കുട്ടികളും ഓരോന്നിൽ നിന്നും, നമ്മളെല്ലാവരും അങ്ങനെ തന്നെയല്ലേ പഠിച്ചു ജീവിച്ചു വന്നത്, ഓരോന്നും കണ്ടും തൊട്ടും അറിഞ്ഞല്ലേ നമ്മൾ വളർന്നത്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളില് നമ്മളിലാണെങ്കിലും എന്താണ് വൈജ്ഞാനിക വികാസം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ബേസ്ഡ് ആയിട്ടായിരിക്കും. ഓക്കെ, പിന്നെ കുട്ടികൾ എന്താണ്, കണ്ണുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ഫോക്കസ് ചെയ്ത് കണ്ടുപിടിക്കുന്നത്. എല്ലാ ഒബ്ജക്ട്സുകളും ആദ്യം അവരുടെ ഐസ് കൊണ്ടാണ് കണ്ടുപിടിക്കുന്നത്, നിരീക്ഷിക്കുന്നു, നന്നായി ഒബ്സർവ് ചെയ്യുന്നു. അവരുടെ സറൗണ്ടിങ്സിൽ നിന്നുമാണ്, എൻവയോൺമെന്റിൽ നിന്നുമാണ് അവർ എന്ത് പഠിക്കുന്നത്, അവരെ കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് ശ്രമിക്കുന്നത്. എക്സ്പ്ലോർ ചെയ്യാനും ഡിസ്കവർ, കണ്ടെത്താനും അതെന്താണ്, ഏതാണ്, എങ്ങനെയാണ്, കൊള്ളാമോ, തൊട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഇങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും പഠിക്കുന്നത് നമ്മുടെ ചുറ്റുപാടിൽ നിന്നുമാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ കണ്ടെത്തി പഠിക്കുന്ന ഒരു സമയമാണ് എന്ത്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഉണ്ടാവുന്നത്. കുട്ടിയിലെ വൈജ്ഞാനിക വികാസം ഉണ്ടാവുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ബിഹേവിയറൽ ചേഞ്ചസുകൾ ഉണ്ടാകുന്നത്. അതാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. As cognitive, വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. As cognitive development proceeds and children thinking ability, their vocabulary also increase to include comparative terms such as big, small, short. അതായത് കുട്ടിയിൽ വൈജ്ഞാനിക വികാസം ഉണ്ടാകുന്ന സമയത്താണ് കുട്ടിയിൽ എന്തുണ്ടാകുന്നത്, അവർ തിങ്ക് ചെയ്യാൻ ആരംഭിക്കുന്നത് അല്ലെ, ചിന്തിക്കാനായിട്ട് ആരംഭിക്കുന്നു. എബിലിറ്റി ടു തിങ്ക് അല്ലെ, കുട്ടിയിലെ ചിന്ത ഉണ്ടാകുന്നു.
എന്തിനെ കുറിച്ച്? പല വസ്തുക്കളെ കുറിച്ച് കുഞ്ഞിന് ചിന്ത ഉണ്ടാകുന്നു. വൊക്കാബുലറി പഠിച്ചു. വൊക്കാബുലറി എന്താണ്? വിവിധ തരത്തിലുള്ള വാക്കുകൾ അല്ലെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാക്കുകൾ പഠിക്കുന്നത് ഏത് കാലഘട്ടത്തിലാണ്? കുഞ്ഞിലെ വൈജ്ഞാനിക വികാസം ഉണ്ടാകുന്ന സമയത്താണ് അവരെ വാക്കുകൾ പഠിക്കുന്നത്, തിങ്ക് ചെയ്യാൻ ആരംഭിക്കുന്നത്, ആലോചിക്കാൻ പഠിക്കുന്നത്. പിന്നെന്താണ്? ടേംസുകൾ, ബിഗ്, സ്മോള്, ബിഗ്, വലുത്, അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ കുഞ്ഞുങ്ങള് ക്ലിയർ ആയിട്ട്. മിനിറ്റ് പിള്ളേരെ, നല്ലോണം വെള്ളം വീണോണ്ടിരിക്കണേ. നിങ്ങളതൊന്ന് വായിച്ചു നോക്കട്ടോ, അപ്പൊ വരാം. എല്ലാ സ്റ്റുഡൻസും പിന്നെ ഇതില് പ്രോഗ്രാം അസൈൻമെന്റ് അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ചെയ്തണോ? ജോയിൻ റെക്കോർഡൊക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? റെക്കോർഡൊക്കെ എഴുതിയിട്ടുണ്ട്, സബ്മിറ്റ് ചെയ്തില്ലല്ലോ. ടീച്ചർ ചോദിച്ചോ, എഴുതി ചോദിച്ചോ, സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞില്ലല്ലോ. കൊറേ ഒരു ഗ്രൂപ്പിൽ വിട്ടിട്ടില്ലേ ഓരോ സംഗതികൾ ചെയ്യേണ്ടത്. അത് നമ്മൾ ഓരോന്നായിട്ട് ഒക്കെ ഓരോ A4 ഷീറ്റിൽ എഴുതിയിട്ടാണോ കാണിച്ചു കൊടുക്കേണ്ടത്? എങ്ങനെയാണ് ആ മെത്തേഡ് ഫുൾ എഴുതണോ? റെക്കോർഡിക്കുള്ളതല്ലേ? കുറെ ഉള്ളത് റെക്കോർഡിക്കുള്ളതല്ലേ? അതെ അതെ. ഉദ്ദേശിച്ചേ ആദ്യം അയച്ചത് ഫസ്റ്റ് റെക്കോർഡിക്ക് ഉള്ളതാണ്. പിന്നെ രണ്ടാമത് സ്റ്റോറി ആയിട്ടുള്ളതല്ലേ, അത് സെക്കൻഡ് റെക്കോർഡിക്ക് ഉള്ളതാണ്. ഈ ചോദിക്കുന്ന ആള് ഗ്രൂപ്പിലില്ല? ഞാൻ ഗ്രൂപ്പിലില്ല. ഗ്രൂപ്പ് ഉണ്ടോ? ഞാനില്ല ഗ്രൂപ്പിൽ. എന്നെ ആഡ് ചെയ്യോ? നമ്പർ തരാ. വലിയ ഗ്രൂപ്പില് ഇത് നിങ്ങളൊക്കെ എന്നും ഈ ഓൺലൈൻ ക്ലാസ്സിൽ വരെയുണ്ട്? കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കേറാറുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിട്ട് നിങ്ങൾക്ക് ഒന്നും ഗ്രൂപ്പുള്ള വിവരം ഇതുവരെ മനസ്സിലായില്ല? ഇല്ല. വേറെ ഗ്രൂപ്പില്ലേ MT25 എന്നുള്ള, അതിലാണെങ്കിൽ അഡ്മിൻസ് ഉള്ളി ആണാണോ? നമ്മളെ ഗ്രൂപ്പിൽ 200 പേരോളം ഉണ്ട്. അതെ, ഒരാള് അഡ്മിന്റെ നമ്പർ കൊടുക്കുക. അപ്പൊ ഗ്രൂപ്പിലില്ലാത്തവരെല്ലാവരും അഡ്മിന് മെസ്സേജ് അയച്ചാൽ മതിയല്ലോ. അഡ്മിൻ നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇല്ലാത്തവരൊന്ന് അത് എഴുതിയെടുത്തോട്ടെ. എന്നിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് മെസ്സേജ് അയച്ചോളൂ. നോക്കട്ടെ അഡ്മിന്റെ നമ്പർ എത്രയാന്ന്. ഒരു മിനിറ്റ്, ഞാൻ പറഞ്ഞുതരാം. മുഹസിന മിസ് ഉണ്ടോ ഇതില്? മുഹസിന മാം ഉണ്ടോ? 70 34 74 84 44 85. മുഹസിനയുടെ നമ്പർ ആട്ടോ ഞാൻ കൊടുത്തിക്കണത്. ഓക്കെ, താങ്ക് യു. ഇല്ലാത്തവരെല്ലാവരും നോട്ട് ചെയ്തോളൂ കേട്ടോ. എന്റെ കയ്യിലൊരു നമ്പർ ഉണ്ട്, പക്ഷെ അത് ഒരു അഡ്മിനുള്ളിൽ മാത്രമുള്ള നമ്പറാണ്. ഓക്കെ, ശരി. എന്താണ് പറയുന്നത്? കുഞ്ഞുങ്ങള് വൊക്കാബുലറി സ്റ്റാർട്ട് ചെയ്യുന്ന സമയം അല്ലെ, വൊക്കാബുലറി പദങ്ങള്, ഓരോ വാക്കുകൾ പറഞ്ഞു തുടങ്ങുന്നത് കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ കാലഘട്ടത്താണ്. ആ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് കുഞ്ഞിൽ വൈജ്ഞാനിക വികാസം കുഞ്ഞിലുണ്ടാകുമ്പോഴാണ് കുഞ്ഞ് വാക്കുകൾ പറയാനായിട്ട് ആരംഭിക്കുന്നത്. വലുത്, ചെറുത്, ബിഗ്, സ്മോള്, ഷോർട്ട് അങ്ങനെ തരം തിരിച്ച് കുഞ്ഞ് പറയാനായിട്ട് ആരംഭിക്കുന്നത് എപ്പോഴാണ്? കുട്ടിയില് വൈജ്ഞാനികമായ വികാസം സംഭവിക്കുമ്പോഴാണ്. ഓക്കെ. Also includes facial terms such as above and below, near, far in their speech. അവർ സംസാരിക്കുന്ന സമയത്ത് അല്ലെ, മുകളില്, താഴെ, അവിടെയാണ്, ചൂണ്ടിയൊക്കെ കാണിക്കുമല്ലേ കുഞ്ഞുങ്ങൾ കാണിക്കും. ഇങ്ങനെ കാണണ്ട, കുഴപ്പമില്ല കേട്ടോ. വെള്ളം വീഴുന്നുണ്ടാണേ, സ്ക്രീനിലോട്ട് വീഴുന്നുണ്ട്. എന്താണ് ഇവിടെ ഞാൻ നീങ്ങി നിൽക്കുവാണ്, അതുകൊണ്ടാ ഓൺ ചെയ്യാത്തത് ക്യാമറ. ഓക്കെ.
എന്താണ് കുഞ്ഞുങ്ങള് അല്ലെ സ്പെസിഫൈ ചെയ്യുന്നു സ്പേഷ്യൽ ആയിട്ടുള്ള ടൈംസുകൾ എബവ് ബിലോ അല്ലെ മുകളില് താഴെ അടുത്ത് അകലെ അങ്ങനെയൊക്കെ അവർക്ക് പറയാൻ തുടങ്ങും അല്ലെ. അമ്മ ദൂരെയാണെന്ന് കുഞ്ഞിനെ ചൂണ്ടിക്കാണിക്കുന്നു. ഇതെന്താണ് കുഞ്ഞിന് മനസ്സിലാകും. എന്നെ കാണണ്ടോ വെള്ളം വീഴുന്നുണ്ടാണ് ഇവിടെ. ഞാൻ എഴുന്നേറ്റാണ് നമ്മൾ ഇരിക്കുന്ന ക്ലാസ്സിലേക്ക് വിൻഡോയിലൂടെ ഇങ്ങോട്ട് വെള്ളം വീഴുന്നുണ്ട്. അപ്പൊ എനിക്കിവിടെ ഇരുന്നെടുക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ നിൽക്കുവാണ്. നിന്ന് കണ്ട് വീഡിയോ ഓൺ ചെയ്യണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ. കേട്ടാ പോലെ നിങ്ങൾക്ക്? ഓക്കെ മാം. മോട്ടോർ നിറഞ്ഞു പോണേല്ല കേട്ടോ. ഇവിടെ തൊട്ടടുത്ത ബിൽഡിംഗ് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നുണ്ട്. ക്ലീൻ ചെയ്യുന്ന സമയത്ത് അവിടെ എന്തോ പൈപ്പാട്ട് കൊട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് വെള്ളം വീഴുന്നു കേട്ടോ. അപ്പൊ ചെളിയാണ് വന്നിട്ടുള്ളത്. ഓക്കെ ഓക്കെ. അപ്പൊ കുഞ്ഞുങ്ങളെ പ്രത്യേകമായിട്ട് സ്പെസിഫൈ ചെയ്ത് അറിയാൻ പറ്റുന്ന ഒരു സമയമാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ ടൈം എന്ന് പറയുന്നത് അല്ലെ. വലുത് ഏതാണ്, ചെറുത് ഏതാണ്, ദൂരെയാണോ അകലെയാണോ എന്നൊക്കെ അവരുടെ സംസാരത്തിൽ ഉൾപ്പെടുന്നു. അമ്മ അവിടെയാണ്, കുഞ്ഞിനറിയാം. ദൂരെ എന്നുള്ളത് ഇങ്ങനെ കാണിക്കും അല്ലെ. ദൂരെയാണെന്ന് കുഞ്ഞിനറിയാം. ഇനി മുകളിലാണ് എന്റെ പാവ ഇരിക്കണമെങ്കിൽ എന്താണ് കുഞ്ഞ് കൈ ചൂണ്ടി മുകളിലേക്ക് കാണിക്കും ഇല്ലേ. കുഞ്ഞിനങ്ങനെ തിരിച്ചറിയാനുള്ള ഒരു സമയം അല്ലെ. കുഞ്ഞിന് ഓരോ ഭാഗങ്ങളും തിരിച്ചറിയാനുള്ളത് ആരംഭിക്കുന്ന ഒരു കാലഘട്ടമാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് കുഞ്ഞില് സ്റ്റാർട്ട് ചെയ്യുന്നത് മനസ്സിലാവുന്നത്. ഓക്കെ. The language children use clearly reflects the level of their cognitive development. എന്താണ് വികാസത്തിന്റെ നിലവാരത്തെ പ്രതിഫലിപ്പിക്കുന്നു എന്ന് പറയുന്നത് അല്ലെ. അവരുടെ എന്താണ് കുട്ടികൾ ഉപയോഗിക്കുന്ന ഈ ഓരോരോ വാക്കുകൾ അല്ലെ. ദൂരെ, അകലെ, അടുത്ത, ചെറുത്, വലുത് എന്നുള്ള വാക്കുകൾ എന്താണ് അവരുടെ ആ ഒരു ലാംഗ്വേജിനെയാണ് ഡെവലപ്പ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇനി ഒരു 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളില് ചിൽഡ്രൻ ഇൻ 3 to 6 year age ഗ്രൂപ്പ് എന്താണ് 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ പ്രായമാകുമ്പോൾ എന്താണ് talk and understand about things that they touch, see, hear or experience through their sense. എന്താണ് 3-6 വയസ്സാകുന്ന സമയത്ത് അവരിൽ എന്തുണ്ടാകുന്നു? അവർ ഇന്ദ്രിയങ്ങളിലൂടെ അറിയാൻ തുടങ്ങുന്നു അല്ലെ. സെൻസ് ഓർഗൻസ് വെച്ചിട്ട് അവർ എന്ത് ചെയ്യുന്നു? ഓരോ കാര്യങ്ങളും അനുഭവിച്ചറിയാൻ തുടങ്ങുന്നു അല്ലെ. അവരെ തൊടുന്നതും കാണുന്നതും എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കുട്ടികൾ എന്താണ് അവരുടെ ഇന്ദ്രിയങ്ങളിലൂടെയാണ് കുട്ടികള് മനസ്സിലാക്കാൻ ചെയ്യുന്നത്. ഓക്കെ. They cannot understand or talk about abstract things such as honesty. പക്ഷെ എന്താണ് സത്യസന്ധത പോലുള്ള അമൂർത്തമായിട്ടുള്ള മറ്റു കാര്യങ്ങളൊന്നും ഈ കാലഘട്ടത്തില് കുട്ടികളില് ഉണ്ടാകില്ല അല്ലെ. അങ്ങനെ സംസാരിക്കാനോ സത്യസന്ധമായിട്ട് സംസാരിക്കുവാനോ ഹോണസ്റ്റി ആയിട്ട് പെരുമാറാനോ അതുപോലെ സംസാരിക്കാനോ ചിന്തിക്കാനോ ഒന്നും കുഞ്ഞിന് ഈ ഒരു കാലഘട്ടത്തില് സാധിക്കുന്നതല്ല അല്ലെ. 3-6 വയസ്സുള്ള കുട്ടികൾ വളരെ സത്യസന്ധമായിട്ടൊക്കെ പെരുമാറുമോ? ആണോ? ഇല്ല. അവരിൽ എന്താണ് ഒടുങ്ങിക്കിടക്കുന്നത്? കുഞ്ഞുങ്ങളാണ് അല്ലെ. അവര് സ്റ്റാർട്ട് ചെയ്തു വരുന്നുള്ളൂ. ഓരോ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തു വരുന്നുള്ളൂ അല്ലെ. അവരുടെ സെൻസ് ഓർഗൻസുകൾ ഉപയോഗിച്ച്. ഏതൊക്കെയാണ് സെൻസ് ഓർഗൻസുകള്? Nose, eyes, പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ചിട്ടാണ് കുഞ്ഞുങ്ങള് ഇതെല്ലാം കണ്ടെത്തി പഠിക്കുന്നത്. ഓക്കെ. അപ്പോ ഈ ഒരു കാലഘട്ടത്തിലാണ് ഈ ടച്ച് ചെയ്യുക, തൊടുക, അറിയുക എന്നൊക്കെ പറയുന്നത് എന്താണ് നമ്മളിലെ കുഞ്ഞിലെ വൈജ്ഞാനിക വികാസം ഉടലെടുക്കുന്ന ഒരു സമയമാണ്. വൈജ്ഞാനിക വികാസം ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് കുട്ടികൾ ഓരോ കാര്യങ്ങളും തിരിച്ചറിയാൻ തുടങ്ങുന്നത് കേട്ടോ. അവർക്ക് ആ ഒരു സമയത്ത് എന്താണ് സത്യസന്ധമായിട്ടൊന്നും അബ്സ്ട്രാക്ട് ആയിട്ട് ചിന്തിക്കാനോ സത്യസന്ധമായി പെരുമാറാനോ ഒന്നും ഈ ഒരു കാലഘട്ടത്തിൽ കുട്ടിക്ക് സാധിക്കുന്നതല്ല. ഓക്കെ. ക്ലിയർ ആണോ ഇത്? ക്ലിയർ ആണ് മിസ്റ്റർ. മിസ്സേ ടിഫിൻ മെക്കാനിസത്തിന് നോട്ട് ഇതുവരെയും ക്ലാസ് റൂമിൽ ഇട്ടിട്ടില്ല മിസ്സേ. ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ഡിലേ ഉണ്ടാവുണ്ടോ? എന്താന്ന് നോക്കട്ടെ. ഓക്കെ മിസ്. ക്വസ്റ്റ്യൻസ് കിട്ടിയായിരുന്നില്ലേ? ക്വസ്റ്റ്യൻ കിട്ടിയായിരുന്നു. ഞങ്ങളെ നോട്ട് ഇതാക്കിയിട്ട് അത് MCQ ചെയ്യാന്നാ വിചാരിച്ചേ. ഇത് ഒരുപാടുണ്ടായിരുന്നല്ലോ.
ആ മിസ്സിന്റെ നോട്ട് കുറച്ച് ഷോർട്ട് ആക്കിയല്ലേ മിസ് ഇട്ടാ, അത് ഇതുവരെയും കിട്ടൂല. ആ ഓക്കെ അത് പറഞ്ഞിട്ടുണ്ടായി, എന്താണെന്ന് അറിയില്ല കേട്ടോ. ഡിലേ ഒന്നുകൂടി ചെക്ക് ചെയ്യാം കേട്ടോ. ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റി നിങ്ങൾക്ക്? ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ചെയ്യാൻ പറ്റി മാം, ബുദ്ധിമുട്ടില്ലായിരുന്നു. അങ്ങനെ ആയിരിക്കുള്ള ക്വസ്റ്റ്യൻസ് വരാം, എക്സാമ്പിളിലൂടെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. നോക്കാം. ഓക്കെ മാം. ഇനി അപ്പൊ കുട്ടികളിൽ വൈജ്ഞാനിക വികാസം ഉണ്ടാവുന്നത് 3 ഘട്ടങ്ങളിലൂടെയാണെന്നാണ് ജെറോമസ് ബ്രൂണർ എന്ന സൈക്കോളജിസ്റ്റ് വാദിക്കുന്നത്. അദ്ദേഹത്തിന്റെ കൊഗ്നിറ്റീവ് തിയറിയിലൂടെ അദ്ദേഹം 3 സ്റ്റേജസിലൂടെയാണ് കുട്ടികളിൽ എന്തുണ്ടാവുന്നത്, വൈജ്ഞാനിക വികാസം അഥവാ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഉണ്ടാവുന്നത് എന്നാണ് അദ്ദേഹം പരാമർശിക്കുന്നത്. ഓക്കെ, അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താണ്, ഒരാളുടെ ഭൗതിക വികാസം, ഒരു കുട്ടിയുടെ ഭൗതിക വികാസം ഉണ്ടാവുന്നത് എന്തിലൂടെയാണ്, അവന്റെ അനുഭവങ്ങളിലൂടെയും എക്സ്പീരിയൻസിലൂടെയാണ്. അതായത് 3 സ്റ്റേജസിലൂടെയാണ് കുട്ടിയില് എന്തുണ്ടാവുന്നത് കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഉണ്ടാവുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ സ്റ്റേജസിന് ജെറോമസ് ബ്രൂണർ കേട്ടോ, ജെറോമസ് ബ്രൂണർ ആണ് കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ തിയറിയിൽ അദ്ദേഹം 3 സ്റ്റേജസുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഏതൊക്കെയാണത്? ഇനാക്റ്റീവ് സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ്, സിംബോളിക് സ്റ്റേജ്. മാം റിമൂവ് ആയി പോയല്ലോ. മാം പോയല്ലോ. മാം ഇപ്പോ വരും. ഓക്കെ. മിസ് പറഞ്ഞ സയന്റിസ്റ്റിന്റെ പേര് ആരെങ്കിലും ഒന്ന് പറയോ? PDF ഇല്ലല്ലോ. PDF ഇല്ല. ജെറോമസ് ബ്രൂണർ. ജെറോം എസ് ബ്രൂണർ. സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞുതരാമോ? പറയാം. JEROME, ജെറോം എസ് ബ്രൂണർ. ഓക്കെ, അദ്ദേഹം പറയുന്നത് ഒരു കുട്ടിയില് വൈജ്ഞാനിക വികാസം ഉണ്ടാവുന്നത് 3 സീക്വൻഷ്യൽ സ്റ്റേജസിലൂടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, പേരുകളൊന്നും ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല കേട്ടോ, അതൊക്കെയാണ് തിയറി. അതെന്താണ് ഇവിടെ കൊടുക്കാത്തത് എനിക്കറിയില്ല. ഓക്കെ, കാണാമോ PDF? കാണാം. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് 3? അതായത് ഓരോ പേഴ്സന്റെ എബിലിറ്റി ലെവൽ അനുസരിച്ചിട്ടാണ് ഓരോ ഘട്ടം അദ്ദേഹം ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോ ഇനാക്റ്റീവ് സ്റ്റേജ്, ഫസ്റ്റ് സ്റ്റേജ് ആണ് ഇനാക്റ്റീവ് സ്റ്റേജ്. എന്താണ് ഇനാക്റ്റീവ് സ്റ്റേജ്? പ്രവർത്തന ഘട്ടം. ഇനാക്റ്റീവ് സ്റ്റേജ് അഥവാ പ്രവർത്തന ഘട്ടം. This stage is characterized by the child description of
things and events in terms of suitable motor responses activities. In this stage, the child knows the world only through a medium of operation, not through the words or images. For example, the infant understands his environment by touching, biting, and grasping. എന്താണ് ഇനാക്റ്റീവ് സ്റ്റേജ് അഥവാ പ്രവർത്തന ഘട്ടത്തിൽ കുട്ടികൾ എങ്ങനെയാണ് ലാംഗ്വേജ് അല്ലെ കാര്യങ്ങൾ പഠിക്കുന്നത് എങ്ങനെയാണ്? ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് കുഞ്ഞിൽ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? അവർ ബൈറ്റ് ചെയ്തിട്ട് യെസ്, റെപ്രസെന്റേഷൻ ഓഫ് നോളജ് ത്രൂ ആക്ഷൻസ്. കുട്ടികള് ആക്ഷൻസിലൂടെയാണ് കുട്ടിക്ക് എന്തുണ്ടാവുന്നത്? വൈജ്ഞാനിക വികാസം ഉണ്ടാവുന്നത്. റെപ്രസെന്റേഷൻ ത്രൂ ആക്ഷൻസ്, റെപ്രസെന്റേഷൻ ഓഫ് നോളജ് ത്രൂ ആക്ഷൻ, അതാണ് അഡാപ്റ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത്. കുട്ടികള് ആക്ഷൻസിലൂടെയാണ് കുഞ്ഞുങ്ങളില് എന്തുണ്ടാവുന്നത്? വികാസം, കോഗ്നിറ്റീവ് വികാസം ഉണ്ടാവുന്നത്. ഏത് സ്റ്റേജില്? ഇനാക്റ്റീവ് സ്റ്റേജില്. റെപ്രസെന്റേഷൻ ഓഫ് നോളജ് ത്രൂ ആക്ഷൻസ്. നോട്ട് ചെയ്യാട്ടോ. ഇനാക്റ്റീവ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെപ്രസെന്റേഷൻ ഓഫ് നോളജ് ത്രൂ ആക്ഷൻസ്. എക്സാമ്പിൾ എന്താണ്? കുഞ്ഞുങ്ങള് എൻവയോൺമെന്റിൽ നിന്ന് ടച്ച് ചെയ്തും ബൈറ്റ് ചെയ്തും ഗ്രാസ്പ് ചെയ്തൊക്കെ പഠിക്കുന്ന ആക്ഷൻസുകൾ അല്ലെ? കുഞ്ഞുങ്ങളിൽ ആക്ഷൻസ് ആണ് ആദ്യം ഉണ്ടാവുന്നത്. പ്രവർത്തന ഘട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? കുട്ടിയിലെ ബിഹേവിയറിൽ ഉണ്ടാവുന്ന ആക്ഷൻസ് ആണ് അല്ലെ? അതാണ് ആദ്യ ഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, അവർ ആക്ഷൻസിലൂടെയാണ്, ആക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്താണ് കുട്ടികളില് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഉണ്ടാവുന്നത് എന്നാണ് അദ്ദേഹം ഇനാക്റ്റീവ് സ്റ്റേജിലൂടെ അദ്ദേഹം നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അതായത് കുട്ടികൾ അവന്റെ ലോകത്തെ പരിചയപ്പെടുന്നത് എന്താണ്? ത്രൂ ആക്ഷൻസ്, ആംഗ്യങ്ങളിലൂടെയാണ് അല്ലെ? കുഞ്ഞുങ്ങൾ ആദ്യ കാലഘട്ടത്തിൽ എങ്ങനെയല്ലേ? ആംഗ്യങ്ങൾ, ആക്ഷൻസിലൂടെയാണ് കുഞ്ഞിന്റെ ലോകത്തെ തിരിച്ചറിയുക. ആദ്യം കൈകൾ പോക്കുന്നു, കാല് വെക്കുന്നു അല്ലെ? കൈ കടിക്കുന്നു, പിന്നെ പല ആക്ഷൻസിലൂടെയാണ് കുഞ്ഞിന്റെ ആദ്യഘട്ടം കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, പ്രവർത്തനത്തിലൂടെ കുട്ടി പഠിക്കുന്നു. ആക്ഷൻസിലൂടെ കുഞ്ഞിൽ എന്തുണ്ടാകുന്നു? മോട്ടോർ ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്നു. കുഞ്ഞിന്റെ കൈകളിലെ വികാസം ഉണ്ടാകുന്നു. ഓക്കെ, അത് ഏത് സ്റ്റേജിലാണ്? ഇനാക്റ്റീവ് സ്റ്റേജിലാണ്. ഓക്കെ, സ്റ്റേജ് മനസ്സിലായോ? എന്താണ് ഇനാക്റ്റീവ് സ്റ്റേജ്? representation of knowledge through actions. Iconic stage, ബിംബന ഘട്ടം. അടുത്ത സ്റ്റേജ് ആണ് ഐക്കോണിക് സ്റ്റേജ് അഥവാ ബിംബന ഘട്ടം. This stage is characterized by the child's description of things and events in terms of audio-visual images. Underline here, audio-visual images or mental pictures. ഈ ഐക്കോണിക് സ്റ്റേജിൽ, അതായത് ബിംബന ഘട്ടം, ബിംബനം എന്ന് പറയുമ്പോൾ തന്നെ ഐക്കോണിക് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? കുഞ്ഞ് എങ്ങനെയായിരിക്കും നോളജ് അക്യൂർ ചെയ്യുന്നത്? കുഞ്ഞിന് വികാസം ഉണ്ടാവുന്നത് എങ്ങനെയായിരിക്കാം? റെപ്രസെന്റേഷൻ ഓഫ് നോളജ് ത്രൂ ഇമാജസ് അല്ലെ? കുഞ്ഞ് ഇമാജസിലൂടെ, പിക്ചേഴ്സിലൂടെ കുഞ്ഞ് പഠിക്കുന്ന ഒരു സമയം. ഓഡിയോ വിഷ്വൽ ഏജസ് ഉപയോഗിച്ച് കുഞ്ഞ് എന്താണ് ഓഡിയോ വിഷ്വൽ കേൾക്കുന്ന സമയത്ത്, അതായത് എന്താണ്, കുഞ്ഞ് വീട്ടുവളപ്പില് ഒരു കോഴി നടക്കുന്നത് കാണുകയാണ് അല്ലെ? കോഴി നടക്കുന്നത്, അത് ആദ്യം ശ്രദ്ധിക്കുന്നു. പിന്നീട് ആ കോഴിയുടെ ശബ്ദം കേൾക്കുമ്പോൾ, പിന്നീട് എവിടെ വെച്ചോ കുഞ്ഞിന് ആ ശബ്ദം കേൾക്കുന്ന സമയത്ത് എന്താണ്, കുഞ്ഞിന് മനസ്സിലാകുന്നു ആ കേൾക്കുന്നത് കോഴിയാണെന്ന്. അല്ലെങ്കിൽ പൂച്ച കരയുമ്പോൾ, അല്ലെങ്കിൽ പശു കരയുമ്പോൾ അല്ലെ? ഇതൊക്കെ കുഞ്ഞ് വാച്ച് ചെയ്തു. ആദ്യം കുഞ്ഞ് അത് ഒബ്സർവ് ചെയ്തതിന് ശേഷം എന്താണ്, രണ്ടാമത്തെ സ്റ്റേജിലാണ് കുഞ്ഞിന് എന്ത് മനസ്സിലാവുന്നത്? ആ കരയുന്നത് പശുവാണ്, ആ പോകുന്നത് പൂച്ചയാണ്, ആ കേൾക്കുന്ന ശബ്ദം പൂച്ചയാണ്, പൂച്ചയുടേതാണ്, പൂച്ച അവിടെ കരയുന്നുണ്ട് അല്ലെ? അല്ലെങ്കിൽ തത്ത സംസാരിക്കുന്നു, തത്തയാണ് അവിടെ ഒച്ചെടുക്കുന്നത്, കുഞ്ഞിന് അറിയാൻ കഴിയുന്നു അല്ലെ? എങ്ങനെയാണ്? റെപ്രസെന്റേഷൻ ഓഫ് ഓൾ നോളജ് ത്രൂ ഇമാജസ്. ഇമാജസിലൂടെ, ചിത്രങ്ങളിലൂടെ കുഞ്ഞ് എന്താണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുന്നു. ചിത്രങ്ങളിലൂടെയാണ് കുഞ്ഞിന് ആ ഒരു വികാസം ഉണ്ടാക്കുന്നത്. Information is gained by imaginary. Okay. Okay. Then symbolic stage.
തേർഡ് സ്റ്റേജ് ആണ് സിംബോളിക് സ്റ്റേജ്. ഇതാണ് സിംബോളിക് സ്റ്റേജ് അഥവാ പ്രതിരൂപാത്മക ഘട്ടം. പ്രതിരൂപാത്മക ഘട്ടം. സിംബോളിക് സ്റ്റേജിൽ എങ്ങനെയാണ് കുഞ്ഞിൽ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത്? During this stage, symbolic representation in the form of words, symbols, and other imaginary abstract phenomena take place, or motor activities, audiovisual images. Here the child using symbolic activities such as language and mathematics. എന്താണ് സിംബോളിക് സ്റ്റേജിന്റെ പ്രത്യേകത? എങ്ങനെയാണ് കുഞ്ഞ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്? വാക്കുകളിലൂടെ, സിംബൽസിലൂടെ, വേർഡ്സിലൂടെ അല്ലെ? യൂസ് ഓഫ് വേർഡ്സ്, അതർ സിംബൽ ടു ഡിസ്ക്രൈബ് എക്സ്പീരിയൻസസ് അല്ലെ? സിംബോളിക് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂസ് ഓഫ് വേർഡ്സ് അല്ലെ? യൂസ് ഓഫ് സിംബൽസ്. ഇത് ഉപയോഗിച്ചിട്ടാണ് കുഞ്ഞിൽ എന്തുണ്ടാവുന്നത്? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത്. ആ ഒരു സമയത്താണ് കുട്ടിയിലെ മോട്ടോർ ആക്ടിവിറ്റീസുകള്, പിന്നെന്താണ് സിംബോളിക് ആയിട്ട് സിംബൽസ് കണ്ട് തിരിച്ചറിയാനും, ലാംഗ്വേജ് എന്താണ് മാത്തമാറ്റിക്കൽ ആയിട്ട് ഇപ്പൊ 1, 2, 3, 5 വരെ 10 വരെയൊക്കെ ചിലപ്പോൾ കുഞ്ഞിന് എന്താണ് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോ കുഞ്ഞിന് ആ ഒരു മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ എണ്ണാൻ അറിയാൻ പറ്റും അല്ലെ? ഇങ്ങനെ ഇത്ര മിഠായി കൊടുക്കും എന്നിട്ട് എണ്ണാൻ പറയും അല്ലെ? അല്ലെങ്കിൽ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിക്കുമ്പോ കുഞ്ഞ് ചിലപ്പോ എന്താണ് അങ്ങനെ ചെയ്യാറില്ല നിങ്ങളെ കുട്ടികളിലെ? ചെയ്യാറുണ്ട്. അപ്പോ ജെറോമസ് സ്ക്രൂണർ എന്ന് പറയുമ്പോൾ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സ്റ്റേജസിൽ ഏറ്റവും ഹയസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന സ്റ്റേജ് ആണ് എന്ത്? സിംബോളിക് സ്റ്റേജ് എന്നാണ് അദ്ദേഹം പറയുന്നത്. സിംബോളിക് സ്റ്റേജ് ഈസ് കൺസിഡർഡ് ആസ് എ ഹയസ്റ്റ് സ്റ്റേജ് ഇൻ ബ്രൂണർ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി. ബ്രൂണറുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറിയിലെ വൈജ്ഞാനിക വികാസ സിദ്ധാന്തത്തിലെ ഏറ്റവും ഉയർന്ന ഘട്ടമായിട്ട് അദ്ദേഹം കൺസിഡർ ചെയ്യുന്നത് ഏത് സ്റ്റേജിനെയാണ്? സിംബോളിക് സ്റ്റേജിനെയാണ്. എന്താണ് അവിടെയാണ് കൂടുതലായിട്ട് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നടക്കുന്നത് അല്ലെ? കുഞ്ഞ് എന്താണ് വേർഡ്സും സിംബിൾസും ഒക്കെ കണ്ട് പഠിച്ച് എന്താണ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്സ് വരെ അവിടെ ഉണ്ടാകുന്ന കാലഘട്ടമാണത്. മെയിൻ ആയിട്ട് അവിടെ ലാംഗ്വേജ് ആണ് ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെ? സിംബിൾസ് കണ്ട് മനസ്സിലാക്കാനും അത് സ്പെസിഫൈ ചെയ്ത് പറയാനും കുഞ്ഞിന് സാധിക്കുന്ന ഒരു കാലഘട്ടമാണെന്ത്? സിംബോളിക് സ്റ്റേജ് എന്ന് പറയുന്നത്. ബ്രൂണർ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സ്റ്റേജസിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റേജ് അതേ ഓർഡറിൽ തന്നെ പഠിക്കണം കേട്ടോ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. എല്ലാവരും ഒരേ കണക്റ്റഡ് ആണ്. ഇനാക്റ്റീവ് സ്റ്റേജ് കഴിഞ്ഞാലാണ് ഐക്കോണിക് സ്റ്റേജ്, ദെൻ സിംബോളിക് സ്റ്റേജ്. ഇത് മാറിപ്പോകരുത്. ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ചിലപ്പോ അങ്ങനെ മാറി ചോദിക്കാം. ചിലപ്പോ സിറ്റുവേഷൻ തന്നിട്ട് അത് ഏത് സ്റ്റേജിലാണ് വരുന്നത്, അപ്പൊ അത് ഏത് സ്റ്റേജ് കഴിയുമ്പോഴാണെന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കാം. അപ്പൊ ഇത് ഓർഡറിൽ തന്നെ പഠിക്കണം കേട്ടോ. ഇനാക്റ്റീവ് സ്റ്റേജിന്റെ പ്രത്യേകത എന്താണ്? കുട്ടികൾ എങ്ങനെയാണ് ലാംഗ്വേജ് അഭ്യസിക്കുന്നത്? ഐക്കോണിക് സ്റ്റേജിന്റെ പ്രത്യേകത എന്താണ്? ഇമാജിനേഷൻ. സ്റ്റേജ് എന്താണ്? റെപ്രസെന്റേഷൻ ഓഫ് നോളജ് ത്രൂ ഇമേജസ്. ഇമേജസിലൂടെയാണ് സിംബോളിക് സ്റ്റേജിന്റെ പ്രത്യേകത എന്താണ്? യൂസ് ഓഫ് വേർഡ്സ്, സിംബൽസ് അല്ലെ? വേർഡ്സും സിംബൽസ് ഒക്കെ യൂസ് ചെയ്യുന്നതും ആ ഒരു കാലഘട്ടത്തിലാണ്. പിന്നെ സിംബോളിക് റെപ്രസെന്റേഷൻ ആണ് പ്രതിരൂപാത്മക ഘട്ടം എന്ന് പറയുന്നത്. ഇതാണ് ഈ സ്റ്റേജിന്റെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറിയിലെ ഏറ്റവും ഹയസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് ഏതാണ്? ഹയസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഏതാണ്? സിംബോളിക് സ്റ്റേജ് ആണ്. ഓക്കെ, മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ഒക്കെ, മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സിംബൽസ് മനസ്സിലാക്കുന്നതൊക്കെ ഏത് കാലഘട്ടത്തിലാണ്? സിംബോളിക് സ്റ്റേജിലാണ്. ഓക്കെ, ലാംഗ്വേജ് ഡെവലപ്മെന്റ് മെയിൻ ആയിട്ട് വരുന്നത് എന്താണ്? ലാംഗ്വേജ് ഡെവലപ്മെന്റ്. വേർഡ്സുകൾ അല്ലെ? വേർഡ്സുകൾ കൃത്യമായി പറയുന്നതും ഇത് കാലഘട്ടത്താണ്. സിംബോളിക് സ്റ്റേജിന്റെ ആ ഒരു സമയത്താണ് കുട്ടികളിലെ അത്തരത്തില് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നടക്കുന്നത്. ഓക്കെ,
അപ്പൊ ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കാം? three sequential stages in Bruner cognitive development എന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? ഓർഡറിൽ തന്നെ പഠിക്കണം അല്ലെ? ഏതൊക്കെ സ്റ്റേജ് ആണ്? Inactive stage. ഓക്കെ, ക്ലിയർ ആണോ നിങ്ങൾക്കത്? യെസ് മാം. ഇതിൽ സംശയമുണ്ടോ? ഇല്ല, ക്ലിയർ ആണ്. ഓക്കെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. റെക്കോർഡിന്റെ കാര്യങ്ങൾ എല്ലാം പറഞ്ഞിരുന്നോ ജിഷാമിസ്? യെസ്, പറഞ്ഞിരുന്നു. നിങ്ങൾ എഴുതി തുടങ്ങിയില്ലേ? ഇപ്പൊ ഫസ്റ്റ് റെക്കോർഡ് കഴിഞ്ഞു, സെക്കൻഡ് റെക്കോർഡാണ്. സെക്കൻഡ് റെക്കോർഡ് തുടങ്ങി. ഓക്കെ, അത് പറയുന്ന പോലെ തന്നെ കറക്റ്റ് ആയിട്ട് ചെയ്ത് പോണോ കേട്ടോ. ഓക്കെ മാം. ഓക്കെ മാം. ഓക്കെ, ആക്ടിവിറ്റി ഒന്നും തരാറില്ലല്ലോ, ഇത് ചോദിക്കാത്തെ? അത്യാവശ്യം വർക്ക് ഞങ്ങൾ ചെയ്തോണ്ട് നിൽക്കുന്നുണ്ടേ. അത്യാവശ്യം ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടല്ലേ, അതൊന്നും വേണ്ട ആണോ? ജിഷാമിസ് സാൻഡ് പേപ്പറിന്റെ ഇത് വെച്ചിട്ട് അക്ഷരങ്ങൾ ചെയ്യാനും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ മിക്ക ചെയ്തോണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ അതൊന്നും തരുന്നില്ല. നിങ്ങൾക്ക് സൈക്കോളജി എന്നൊരു ചാപ്റ്റർ ടീച്ചർ എടുത്തായിരുന്നോ? ഞാൻ സൈക്കോളജി എടുത്തല്ലോ. സൈക്കോളജി എടുത്തു. ഓക്കെ, മെന്റൽ ഹൈജീൻ എടുത്തു, ഡിഫൻസ് മെക്കാനിസം എടുത്തു, ഹെൽത്ത് കെയർ എടുത്തു, ഇപ്പൊ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. നമ്മുടെ കാര്യങ്ങളായിട്ടുള്ളൂ. യെസ് മാം. ഞാൻ എടുക്കുന്ന ചാപ്റ്റേഴ്സിൽ നിങ്ങളും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇത് ഒരുപാട് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്, എവിടെയൊക്കെ ഏതൊക്കെ എടുക്കുന്ന ചില സമയം എനിക്ക് തന്നെ മാറുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഡിഫൻസ് മെക്കാനിക്സ് എടുത്ത് തീർത്തില്ലേ, അത് 6ൽ ഞാൻ എടുത്ത് തീർത്തു എന്ന് ഓർത്ത് പകുതിയായിട്ടാണ് അവർക്ക് കൊണ്ട് ക്ലാസ് എടുത്തത്. അപ്പോഴാണ് പറയുന്നത് മിസ് അത് എടുത്തിട്ടില്ല, ഞാൻ നിങ്ങൾക്ക് എടുത്ത ഓർമ്മയിലാണ്. അപ്പൊ 6 5 ഒക്കെ ചിലപ്പോൾ മാറിപ്പോകും എല്ലായിടത്തും ക്ലാസ്സുള്ളത്. അപ്പൊ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം ഞാൻ എടുക്കുന്ന ചാപ്റ്റർ കേട്ടോ. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് എന്റെ ഭാഗത്തു നിന്ന് അതൊക്കെ തിരുത്തി തരണേ. ഞാൻ ശ്രദ്ധിച്ചോളാം, ഞാൻ പറഞ്ഞു. അപ്പോ 1 2 3 4 ചാപ്റ്റേഴ്സ് നമ്മൾ എടുത്തു അല്ലേ? ഇപ്പൊ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എടുത്തുകൊണ്ടിരിക്കണം 5 ചാപ്റ്റേഴ്സ്. അപർണ മിസ്സിന്റെ ചാപ്റ്റർ ഒക്കെ തീർന്നോ? ഇല്ല മാം, പഠിപ്പിച്ചോണ്ടിരിക്കുവാ. ഇനി ഈ പാർട്ടില് 7ഉം 8ഉം അല്ലേ മാം ഉള്ളൂ? ഇനി രണ്ട് ചാപ്റ്റർ കൂടി ഉള്ളു ഈ പാർട്ടിൽ അല്ലേ? അതെ, 7ഉം 8ഉം. സൈക്കോളജി, എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന ചാപ്റ്ററും അല്ലേ? അതെ അതെ. എഡ്യൂക്കേഷൻ സൈക്കോളജി നീഡ്സും ആണോ? ലാംഗ്വേജ് ഡെവലപ്മെന്റ് എടുത്തോ? അപ്പോ അത് രണ്ടും. ലാംഗ്വേജ് ഡെവലപ്മെന്റ് എടുത്തില്ലേ? മിസ് 3 എടുത്തുള്ളൂ, 3ാമത്തെ എടുക്കുന്നേ. മൂന്നാമത്തെയോ? 4 എടുത്തുള്ളൂ. ഹെൽത്ത് കെയർ എടുത്തു, ഡിഫൻസ് മെക്കാനിസം, മെന്റൽ ഹൈജീൻ, സൈക്കോളജി. സൈക്കോളജി ചാപ്റ്റർ ആണ്. പാർട്ട് 1 കറക്റ്റ് അല്ലേ മാം? ഇനി പാർട്ട് 2 ഇനി 3 ചാപ്റ്റേഴ്സ് എടുക്കാണ്ട്. ഇൻഡിവിജ്വൽ ഡിഫറൻസും കൂടെ ഉണ്ട്. ഇൻഡിവിജ്വൽ ഡിഫറൻസ്, എഡ്യൂക്കേഷൻ സൈക്കോളജി, പിന്നെ നീഡ്സ് ആണോ? അങ്ങനെ വരുമ്പോ നീഡ്സ് ആണ്. 4 ഉണ്ട്. ചാപ്റ്റർ 10ഉം ഇല്ലേ? യൂണിറ്റ് 10ഉം പഠിപ്പിച്ചിട്ടില്ലല്ലോ. ലാംഗ്വേജ് ഡെവലപ്മെന്റ് അപർണ മിസ് എടുത്തിട്ടില്ലേ? നിനക്ക് എടുത്തിട്ടില്ല. എടുത്തിട്ടില്ല. ഓക്കെ മാം, യൂണിറ്റ് 10ഉം ഉണ്ട്, ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. ഇൻഡിവിജ്വൽ ഇനി എടുക്കാനുള്ളത് എഡ്യൂക്കേഷൻ സൈക്കോളജി, നീഡ്സ്, ഇൻഡിവിജ്വൽ ഡിഫറൻസ്, പിന്നെന്താണ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്. 4 ചാപ്റ്റേഴ്സ് ആണോ? യെസ് മാം. ഈ ഒരു ചാപ്റ്ററോട് കഴിഞ്ഞ വേഗം പോവാട്ടോ. ഈ ഡിഫൻസ് മെക്കാനിസം ഇതിന് മുന്നേ ഇട്ട് അത് ഡിഗ്രഷൻ വരെയല്ലേ? റിഗ്രഷൻ വരെയല്ലേ? രജിത ക്ലിയർ അല്ല കേട്ടോ, ഒന്നുകൂടി പറയോ? ഡിഫൻസ് മെക്കാനിസം ഇതിന് മുന്നേ ടീച്ചർ എടുത്ത ചാപ്റ്റർ
ഇതിന് മുന്നേ എടുത്ത ചാപ്റ്റർ ഡിഫറൻസ് മെക്കാനിക്സ് ആണ്. അതില് റിഗ്രഷൻ വരെ അല്ലേ ടീച്ചർ എടുത്തിരുന്ന കഴിഞ്ഞ ക്ലാസ്സില്? ഡിഫറൻസ് മെക്കാനിക്സ് കംപ്ലീറ്റ് ചെയ്തില്ലേ? ലാസ്റ്റ് റിഗ്രഷൻ അല്ലേ? അല്ലല്ലോ, ഫാന്റസി ഓർ ഡ്രീമിംഗ് വരെ കംപ്ലീറ്റ് ചെയ്തല്ലോ. കംപ്ലീറ്റ് ചെയ്ത് നോട്ട് തന്നില്ലേ? ക്വസ്റ്റ്യൻസ് തന്നില്ലേ? അതെ തന്നു മാം. ചാപ്റ്റർ 9 കംപ്ലീറ്റ് ആണ്. യൂണിറ്റ് 9 കംപ്ലീറ്റ് ആയി. അപ്പൊ നിങ്ങൾ ഈ 3 സ്റ്റേജസ് നന്നായിട്ട് പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, ബാക്കി ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് നെക്സ്റ്റ് ക്ലാസ് എടുക്കാം. ഓക്കെ, താങ്ക് യു. ലീവ് ചെയ്തോളൂ. താങ്ക് യു മാം. താങ്ക് യു മാം. ഓക്കെ മാം, താങ്ക് യു. മാം ഒരു കാര്യം ചോദിക്കട്ടെ, നാളെ മാമിന്റെ ക്ലാസ് ആണോ? നാളെ എന്റെ ക്ലാസ് തന്നെ. ശരി, ഓക്കെ മാം, താങ്ക് യു. താങ്ക് യു.